വേറൊരു പാട്ട് ഞാൻ പഠിച്ചതുണ്ട്, അത് കേട്ടാൽ മനുഷ്യർ നോ പ്രോബ്ലം. പഠിച്ചിട്ടുണ്ടെന്നറിയ. അതായത് ഈ പിന്നെ പാണ്ഡവന്മാരും കൗരവന്മാരും കൂടെ കാട്ടിൽ വേട്ടയ്ക്ക് പോകുമ്പോൾ അവരുടെ പട്ടിയെപ്പറ്റി ഒരു ഇത് പറയുന്നുണ്ട്. അതായത് ഓരോരുത്തർ അവരവരുടെ പട്ടിയെപ്പറ്റി പ്രഗത്ഭമായിട്ട് പറയുന്നതാണ്. ബെബ്ബാകുരയ്ക്കുന്ന വമ്പനും നല്ല കറുമ്പൻ വിളുമ്പനും മുണ്ടനും നീളനും ചാത്തനും കുഞ്ഞനും പാണ്ടൻ വരണ്ടനും ചാടിമൂക്കത്തു കടിക്കുന്ന വെള്ളവും കുക്കുടത്തെ പിടിച്ചിടുന്ന കള്ളനും ദുഷ്കരം മുഷ്കരേന മുറിവാലനും ഒക്കെ ഞെട്ടിച്ചുടൻ ബെബ്ബോ എന്നൊരു ശബ്ദവും. വാ, സംസ്കൃതമാണല്ലോ. സംസ്കൃതമല്ല, ഇത് പഠിച്ച ഒരു പാഠമാണ്. അതായത് പാണ്ഡവന്മാരും കൗരവന്മാരും കൂടെ അവർ കാട്ടിൽ നായാട്ടിന് പോകുന്നു. ഓരോരുത്തരും അവരവരുടെ പട്ടിയെ പറ്റിയുള്ള വർണ്ണനയാണ്. അതായത് ബെബ്ബ കുരയ്ക്കുന്ന വമ്പൻ നല്ല കറുമ്പൻ വിളുമ്പൻ മുണ്ടൻ നീളൻ ചാത്തൻ കുഞ്ഞൻ, ഇതെല്ലാം പട്ടിയുടെ പേരുകളാ. ഓക്കെ, കുഞ്ഞനും നീളൻ അതെടുത്ത പട്ടികളുടെ പേരാ. ഇന്നത്തെ പോലുള്ള വിൽസൺ ഒന്നും ഇല്ല. വെരി ഗുഡ്. ഇന്നിപ്പം വലിയ വലിയ മഹാന്മാർ. ഇനിയിപ്പം അടുത്ത പട്ടിയുടെ പേര് വരാൻ പോകുന്നു ട്രംപ്. ഉള്ള പട്ടികൾ മെലനി. അതെ. ഓക്കെ അങ്ങളെ. അപ്പം നമുക്ക് പഴയ കാര്യങ്ങൾ ഒന്നുകൂടെ പറയാം. അന്നത്തെ കൃഷി രീതിയും കന്നുകാലികളെ പറ്റിയൊക്കെ വീട്ടിൽ വളർത്തുന്ന. അന്നത്തെ കൃഷി രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചെറുപ്പകാലത്ത് ഞാൻ വീട്ടിൽ വളരെയധികം ജോലി ചെയ്യുമായിരുന്നു. കന്നുകാലികളത്താണ് കൂടുതൽ. ഒരു 2-3 കാള കാണും, പശുക്കൾ കാണും, പോത്ത്, എരുമ, ഇതൊക്കെ കാണും. പാടമുണ്ട്, പാടത്ത് പണിയുണ്ട്. ചെറുപ്പകാലത്തിൽ കരിമ്പ് കൃഷികളുണ്ടായിരുന്നു വീട്ടിൽ. ആ കരിമ്പ് കൃഷിയിലൊക്കെ ഇടപെട്ടിട്ടുണ്ട്. കരിമ്പാട്ടാൻ വെളുപ്പിന് ഒരു 4 മണി 4 മണിയാകുമ്പോൾ എഴുന്നേക്കും. നേരം വെളുക്കുമ്പോഴത്തേക്കിന് ഒരു കുറുക്കിനുള്ള പിന്നെ കരിമ്പ് നീര് ഉണ്ടാക്കണം. അതെന്തിനാ? കരിമ്പ് ശർക്കര ഉണ്ടാക്കി കരിമ്പാട്ടി അതിന്റെ നീരെടുത്ത് കുറുക്കല്ലേ അതാണ് ശർക്കര. വിൽക്കാനുള്ള ശർക്കരയാ. പിന്നല്ലാതെ അതെ. ഇത് വലിയ കൃഷിയായിട്ട് വലിയ കൃഷിയാ. അതെ. നമ്മുടെ പറമ്പിലുള്ള കരിമ്പ് മുഴുവൻ വെട്ടി ശർക്കര. പാടം മുഴുവൻ 2-3 ഏക്കർ പാടമുണ്ട്. ആ പാടം മുഴുവൻ കരിമ്പാണ്. അത് വെട്ടി പകല് ജോലിക്കാർ വെട്ടി അവിടെ കൊണ്ടിട്ടിരിക്കും. പക്ഷെങ്കിൽ വെളുപ്പിനെ തുടങ്ങും. 3 മണിയാകുമ്പം കാളയ്ക്ക് വെള്ളം കൊടുത്ത് അതിൻ്റെ വയറ് നിറച്ച് അതിനെ ആട്ടി ചക്ക കണ്ട് ഇങ്ങനെ കറങ്ങി അതെ അതിൽ കെട്ടി ഒരാൾ കരിമ്പ് വെക്കും, ഒരാൾ കാളയടിക്കും. അത്രയും കറങ്ങണം. ഒരു ചെമ്പ് നിറച്ച നീര് കിട്ടണം. നേരെ വെളുക്കുമ്പോൾ ഒരു ചെമ്പ് നീര് അടുപ്പയിൽ കയറ്റണം. അത് തിളപ്പിക്കണം. അത് തിളപ്പിച്ച് പിന്നെ ശർക്കരയാക്കി എടുക്കണം. ഉരുട്ടി അത് ശർക്കരയാക്കെന്ന് പറഞ്ഞാൽ അത് ഇട്ട് തിളപ്പിച്ച് അത് പൊങ്ങി വരും. അന്നേരം അത് താഴെ പോവാതെ ഒരു പാല് തിളച്ച് വരുന്ന മനസ്സിലായി. അതിന്റെ അടുപ്പിനകത്തൊക്കെ പോകും. അത് പോവാതെ അതിന് വലിയ കൊട്ടയുണ്ട്. ആ കൊട്ടയുടെ അറ്റത്തൊരുക്കെ പിന്നെ കമ്പ് കെട്ടിട്ട് അതുകൊണ്ടാണ് കോഴി ഇങ്ങനെ റെഗുലർ വർക്ക്. അതെ, കണ്ടിന്യൂസ് വർക്കാ. അത് പാനിയാകും, അത് വീണയാകും. കഴിഞ്ഞിട്ട് അത് പിന്നെ ശർക്കരയാകും. മനസ്സിലായി. ഈ വാക്കുകളൊന്നും കേട്ടിട്ട് പോലില്ല വീണയെന്നൊക്കെ. വീണയെന്ന് പറയുന്നത് അത് അതെ വീണയെന്ന് പറയുന്നത് അതിങ്ങനെ നീളത്തിൽ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ല നീളത്തിൽ പോരും. അതങ്ങനെ വീണയാകും. അത് കഴിഞ്ഞ് നമ്മുടെ പാനി, അത് പിന്നെ കുറച്ചുകൂടെ പാനിയുടെ രീതിയാകും. പാനിയായി കഴിയുമ്പോൾ പിന്നെ അത് കട്ടയാകും. അപ്പം അത് ശർക്കരയാകും. അത് ശർക്കരയായി കഴിയുമ്പോൾ ഇത് വലിയ തോണിക്കകത്ത്, അതായത് വള്ളം പോലെയുള്ള തടി കൊണ്ട് തോണിയുണ്ട്, ഇട്ടിട്ട് ഇതിനകത്തിട്ട് ഇളക്കി അതിനകത്ത് ഈ കുമ്മായമൊക്കെ ചേർക്കും. കുമ്മായമൊക്കെ ചേർത്ത് ഇത് ഇളക്കി ചെറു ചൂടോടെ ഉണ്ടകളായിട്ട് മുഴുവൻ പിടിക്കണം. മനസ്സിലായി. അത് പൊതിയാനുള്ള ഈ ഏതാണ്ട് ഇല പോലല്ലേ? ഇല പറിക്കാൻ പാണല ഇലക്കകത്തും പാളക്കകത്തൊന്നും അല്ല, കൈ കൊണ്ട് ഉരുട്ടി ശർക്കര. അറിയാം, ഉണ്ട് ശർക്കര. ചക്കര ഇല വേണ്ടിയത് ശർക്കരയ്ക്ക്. ഓക്കെ, മറ്റേ ചക്കര. അത് ഇതിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. ചക്കര ഇതിനകത്ത് നിന്നും ഉണ്ടാക്കാം. സാധാരണ ഇത് ഉണ്ടാക്കുന്നത് ഈ പിന്നെ തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടില് ഇത് ഉണ്ടാക്കിയ അതിനാണ് പാം ശർക്കര എന്ന് കേട്ടിട്ടില്ല. അതാണ് ആ സാധനം. അതിന്
ശർക്കര എന്നാ പറയുന്നത്. അതെ അതെ, അതിന് ശർക്കരയല്ല പറയുന്നത്, ചക്കര ചക്കര. പനഞ്ചക്കര. തണലത്തോട്ട് മാറിയിരിക്കണ്ടേ? വേണ്ട, എനിക്ക് കുഴപ്പമില്ല, അങ്ങള് പറഞ്ഞു. എന്നിട്ട് അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അത് ഉണ്ടാക്കുമായിരുന്നു. പിന്നെ ഇത് കഴിഞ്ഞ് കരിമ്പിൻ്റെ കൃഷി കഴിഞ്ഞപ്പോൾ മുഴുവൻ പാടം നെല്ലാക്കി. ആ നെല്ലിന് കാള ഉഴണം. അത് 2 കൃഷിയുണ്ട്. ഒന്ന് പൊടിയിൽ വിതയ്ക്കുക, അതായത് ചൂട് കാലത്ത് അത് കട്ടയാക്കി പൊടിച്ച്, കട്ടയൊക്കെ പൊടിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്നും കണ്ടിട്ട് പോലും ഇല്ലായിരിക്കും. പല്ലി അടിക്കുക എന്നാണ് പറയുന്നത്. പല്ലി അടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ചീപ്പില്ലേ, എന്ന് പറഞ്ഞ പോലെ തടിയൽ ഇങ്ങനെ നീളത്തിൽ ഈ ഏരി പോലെ ചീപ്പ് പോലെ ഉണ്ടാക്കിയിട്ട് ഇത് കാള വലിക്കും. നമ്മൾ ഇതിന്റെ പുറത്ത് ചവിട്ടി പിടിച്ചിട്ട് ആ ബലത്തിനാണ് അത് പൊടിയുന്നത്. അത് പൊടിയണം. മനസ്സിലായി. അങ്ങനെയാണ്. അതായത് ഇന്നത്തെ ട്രാക്ടറിന് പകരമുള്ള സാധനം അത്. ട്രാക്ടറും അല്ല, ട്രാക്ടർ കൊണ്ട് അതുപോലെ പൊടിച്ച് ഒരു വേറെ രീതിയിൽ വേണമെങ്കിൽ എനിവേ ആ പ്രോസസ്സൊക്കെ പോയി. ഇപ്പം അതൊന്നുമില്ല. ഇപ്പം കാളെ ഉഴാൻ പോവായിരുന്നു. ഉഴവൊക്കെ പഠിച്ചതെന്ന് പറഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടിയാണ് പഠിച്ചത്. കാരണം ഈ രാവിലെ കഞ്ഞി കുടിക്കാൻ ഈ ഉഴുന്നവരൊക്കെ പോകുന്ന സമയത്ത് കാളയെ അവിടെ നിർത്തിച്ചാണല്ലോ പോകുന്നത്. അന്നേരം ചെന്ന് നമ്മൾ ചെന്ന് പിടിച്ചാലൊന്നും ഈ കാളയൊന്നും നമ്മൾ പറയുന്നതിലേ പോവുകയല്ലേ, അവന് തോന്നുന്നതിലേ പോവും. അത് തന്നെയല്ല, ചെന്ന് കഴിയുമ്പം ഈ ചള്ളക്കകത്തൊക്കെ ഒരു തൊഴിച്ചാൽ നമ്മുടെ ദേഹം മുഴുവൻ ചള്ളയായിരിക്കും. അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ അതിൽ ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ നാട്ടിൽ ഈ കുഴി വിത്തിടുക എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഇല്ല, അതെന്തിനാ? കരയ്ക്കാണോ? കണ്ടത്തില്ല. അതെ, അതായത് പിന്നെ വെള്ളം ഇല്ലാത്ത പാടത്ത് ഈ ആൾക്കാർ കുഴി കുത്തും. ആ കുഴിക്കകത്ത് വിത്തിടുക, അതിനാണ് കുഴി വിത്തിടുക എന്ന് പറയുന്നത്. അത് നമ്മൾ ഇടുന്നത് ഉണ്ട്, ഒരു കണക്കുണ്ട് ഇടുന്നത് അതുണ്ട്. പിന്നെ കാളപ്പൊഴിയിൽ വിത്തിടുക. അതെങ്ങനെയാന്ന് ചോദിച്ചാൽ കാള ഇങ്ങനെ ഉഴുതു പോകുമല്ലോ. അതെ, ഉഴുതു പോകുന്ന ആ ചാലിനകത്ത് നമ്മൾ കൈകൊണ്ട് പിന്നെ ഒരേ ദൂരത്തിൽ ഇങ്ങനെ ഇട്ടിട്ട് പോകും. അതായത് ഞാറ് നടുന്നതിന് കരയ്ക്ക് ഞാറ് നടുന്ന രീതിയാണ് അത് പറയുന്നത് അല്ലേ? വേണമെങ്കിൽ അത് ഞാറ് നടുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് പറിച്ച് നടാമല്ലോ. ഇത് പറിക്കാൻ ഇട്ട് കഴിഞ്ഞാൽ പോയതല്ലേ. അപ്പൊ അങ്ങനെ ഒരേ ദൂരത്തിലാണ് ഇടാൻ. അതെങ്ങനെയാന്ന് വെച്ചാൽ ഈ കാള ഇങ്ങനെ ഉഴുതു വരുമ്പോൾ അതിനകത്ത് നമ്മൾ ഇട്ടിട്ട് പോകും. അതൊരു 2-3 ഇവിടെ ഈ ലൈനിൽ ഒരാൾ കാണും, ആ ലൈനിൽ കാണും, ഇപ്പുറത്ത് കാണും ഒരാൾ. കാരണം എന്നാന്ന് വെച്ചാൽ ഇത് തിരിച്ചു വരുമ്പോഴത്തേക്കും ഇത് കംപ്ലീറ്റ് ആക്കിയില്ലെങ്കിൽ അവിടെ മൂടിപ്പോവും. കാരണം അടുത്ത പൊഴി വരുമ്പോഴത്തോട്ടാ മണ്ണ് വീഴും. മനസ്സിലായി. അപ്പം ഇങ്ങനെ അതൊരു കണ്ടിന്യൂസ് ഫാക്ടറി ലെവലുള്ള വർക്കാ അത്. അതെ, നല്ല ഒന്നാന്തരമായിട്ടുള്ള വർക്കാണ്. നിങ്ങൾ ഈ കാർ ഉണ്ടാക്കുന്നൊക്കെ കണ്ടിട്ടുണ്ട്? അതിന്റെ നമുക്ക് കാണാമല്ലോ, യൂട്യൂബിലൊക്കെ അറിയാമല്ലോ. അതെ, കാറിന്റെ ഫാക്ടറി മാതിരിയാണ്, എല്ലാം ഓട്ടോമേറ്റഡ്. കാറ് ഞങ്ങൾ ഇതൊക്കെ പോയി കണ്ടിട്ടുള്ളൂ. കാറ് ഇങ്ങനെ അസംബ്ലി വരികയാണ്. അപ്പൊ ആ ബെൽറ്റ് ഈ ബെൽറ്റ് വരെ ഒരുത്തന്റെ പണിയാണ് കംപ്ലീറ്റ്. ഇവിടെ വരുമ്പോ അത് കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിലോ കാറങ്ങ് പോകും. അതെ. അപ്പം എന്ന് പറഞ്ഞതുപോലെയാണ് ഇതും. ഇത് നമ്മൾ അവിടുന്ന് ഇവിടെ വരെ ഇട്ടില്ലെങ്കിൽ കാളെ കാളെ നിർത്തി പണിതാന്ന് പണി തീരുകയില്ല. അങ്ങനെ അപ്പൊ എല്ലാ വീട്ടുകാരെല്ലാം ഇതിന് കറക്റ്റായിട്ട് ഇതിന്റെ പുറയിലുണ്ട്. കാളയുടെ കൂടെ അതെ, കറക്റ്റായിട്ട് ഇതിന്റെ പുറയിലുള്ളത് തന്നെയല്ല, ഈ വിത്ത് ഇടാൻ പഠിക്കണം. ഒരേ ദൂരത്തിൽ ഒരു 5-8 നെല്ലിൽ കൂടുതൽ എക്സ്പീരിയൻസ്ഡ് ആണ്. അത് എക്സ്പീരിയൻസ് ആണ്. ഈ നെല്ല് നമ്മുടെ സാധാരണ നെല്ലാണോ അതോ ഇതിനു വേണ്ടി വേറെ നെല്ല്? വിത്തെന്ന് പറയാം. വിത്ത് വിത്തിന് നെല്ലുണങ്ങുന്നത് പ്രത്യേകതയാണ്. നല്ല മണി നോക്കിയാ നല്ല നെല്ലായിരിക്കും. തന്നെയല്ല, അതിനകത്ത് വെയിൽ കൊള്ളും. പിന്നെ മഞ്ഞത്തിട്ടൊക്കെയാണ് ഈ വിത്തിടുന്നതിന് കിളിപ്പിക്കത്തില്ല, വിതയ്ക്കുന്നതിന്. അതായത് വിതയ്ക്കുന്നത് വിത്ത് കിളിപ്പിച്ചായിരുന്നു. ഇത് ഇല്ലാതെ ഇടുന്നത്. ഇനി ഒരു കാര്യം ചെയ്യാം, നമുക്ക് അകത്ത് പോയി വെയിലായി